സൂപ്പർ എട്ടിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ 5 റൺസിന്റെ വിജയം നേടിയിട്ടും പാകിസ്ഥാൻ 2020 ലോകകപ്പിന്റെ സെമി ഫൈനൽ കാണാതെ പുറത്തായി. ഇതോടെ ഗ്രൂപ്പിൽ നിന്നും ഇംഗ്ലണ്ടിനോടൊപ്പം ന്യൂസിലാൻഡ് സെമി ഫൈനലിൽ കടന്നു. കിവീസിന്റെ റൺ റേറ്റാണ് പാകിസ്ഥാന് പണിയായത്. 3 പോയിന്റുമായി പാകിസ്ഥാനും ന്യൂസിലാൻഡും തുല്യരായെങ്കിലും റൺ റേറ്റിൽ ന്യൂസിലാൻഡ് പ്ലസിലും പാകിസ്ഥാൻ മൈനസിലും വീണത് പാക് പടയ്ക്ക് തിരിച്ചടിയായി. ശ്രീലങ്കയ്ക്കെതിരെ വമ്പൻ മാർജിനിൽ ജയിക്കാനും പാകിസ്ഥാന് കഴിഞ്ഞില്ല. വിജയും ഷഹിബാദ് ഫർഗാന്റെ സെഞ്ചുറിയും മാത്രമാണ് പാകിസ്ഥാന് അവസാന മത്സരത്തിൽ ആശ്വാസം പകർന്നത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 8 വിക്കറ്റ് നഷ്ടത്തിൽ 212 എന്ന മികച്ച സ്കോർ നേടിയിട്ടും മറുപടി ബാറ്റിങ്ങിൽ ലങ്കയെ ചെറിയ സ്കോറിൽ നിശ്ചിത ഓവറിന് മുമ്പിൽ പുറത്താക്കാൻ കഴിയാതെ വന്നതോടെ പാകിസ്ഥാന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുകയായിരുന്നു. ലങ്ക 6 വിക്കറ്റ് നഷ്ടത്തിൽ 207 റൺസ് നേടിയതോടെ വെറും 5 റൺസിൻ്റെ വിജയത്തിൽ ഒതുങ്ങിയ പാകിസ്ഥാന് റൺ റേറ്റിൽ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. സെമി കാണാതെ നേരത്തെ തന്നെ പുറത്തായ ശ്രീലങ്കയ്ക്കും അവസാന മത്സരത്തിൽ നിരാശയോടെ മടങ്ങേണ്ടി വന്നു. ഇതോടെ 2020 ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ 3 ടീമുകൾ കടന്നപ്പോൾ 4ാം ടീമിനെ ഇന്നറിയാൻ കഴിയും. സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ് എന്നീ ടീമുകളാണ് സെമിയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ലോകകപ്പിൽ നടക്കുന്ന സൂപ്പർ എട്ടിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കുന്ന ടീമാണ് സെമി ഫൈനലിൽ യോഗ്യത ലഭിക്കുന്ന 4ാമത്തെ ടീം. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ ഇന്ന് രാത്രി 7 മണിക്കാണ് നിർണായകമായ മത്സരം നടക്കുന്നത്.